ജുസാൻലി എന്ന് പറഞ്ഞാൽ ലെഗ് 3 മൈൽസ് എന്നാണ് ഇതിന്റെ ഇംഗ്ലീഷ് നെയിം. ലെഗ് 3 മൈൽസ്. ഇപ്പൊ ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ഈ പോയിന്റ് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് എപ്പിഗാസ്ട്രിക് പെയിൻ, നോസിയ, വോമിറ്റിംഗ്. പിന്നീട് ഹിക്കഫ്, ബെൽച്ചിങ്, അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ, ഫുൾനെസ്. മോസ്റ്റ്ലി ഈ പറയുന്ന എല്ലാ സിംറ്റംസും നമുക്ക് പ്രോപ്പറായിട്ട് ദഹനം നടക്കാതെ വരുന്ന കേസുകളിൽ, നമ്മളിപ്പോൾ ഒരു ഭക്ഷണം കഴിച്ചു, അത് ദഹിക്കുന്നില്ല, നമ്മുടെ സ്റ്റൊമക്ക് അതിനെ റിസീവ് ചെയ്തതിന് ശേഷം അത് ദഹിക്കുന്നില്ല. ഈ ദഹിക്കാത്ത ഭക്ഷണം എപ്പോഴും സ്റ്റൊമക്ക് റിസീവ് ചെയ്യില്ല. നമുക്ക് ഒരു ഭക്ഷണം കഴിച്ചു, അതിനെ ദഹിപ്പിക്കാനുള്ള കപ്പാസിറ്റി, എനർജി ലെവലിൽ നമ്മുടെ ശരീരത്തിൽ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഓർഗൻ ലെവലിൽ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കാം? അതിനെ റിജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരീരം സ്വയം ശ്രമിച്ചുകൊണ്ടിരിക്കും. കാരണം ഈ റിസീവിങ് എന്ന് പറയുന്നത് നമ്മുടെ ദഹനം നടക്കണമെങ്കിൽ, ഇപ്പൊ നമുക്കൊരു എന്തെങ്കിലും ഒരാൾക്ക് നമ്മൾ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അയാൾ അതിനെന്ത് ചെയ്യണം? അക്സെപ്റ്റ് ചെയ്യണം, റിസീവ് ചെയ്യണം. അപ്പൊ അങ്ങനെ റിസീവ് ചെയ്യാത്ത സിറ്റുവേഷൻസിൽ ഇതിനെ റിജക്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഈ ഒരു ഓർഗൻ ലെവലിൽ കാണാം. പലപ്പോഴും ഈ ഒരു റിജക്ഷൻ സംഭവിക്കുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് മറ്റൊരു ഓർഗൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫ്ലുവൻസ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ ഒരാൾക്കൊരു വസ്തു ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു, അയാൾ അത് തിരിച്ചു നൽകാനുള്ള ഒരു ടെൻഡൻസി, അല്ലെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും അയാൾക്ക് അതിനകത്തൊരു മാനസികമായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ എന്തായിരിക്കും? അയാളുടെ പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ അയാളെ റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരാളുടെ ഇൻഫ്ലുവൻസ് ആയിരിക്കാം. ആ ഇൻഫ്ലുവൻസ് കൊണ്ട് എന്ത് ചെയ്യും? അത് ഒരു റിജക്ഷൻ മെന്റാലിറ്റി ഉണ്ടാവും അതിനെ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ. സിമിലർലി നമ്മുടെ ഈ ഓർഗൻ ലെവലിലും ഇതേ ഒരു പ്രോസസ്സ് നമുക്ക് കാണാൻ പറ്റും. അതായത് നമ്മളൊരു ഭക്ഷണം കഴിച്ചു, ആ ഭക്ഷണത്തെ എടുക്കാനുള്ളൊരു കപ്പാസിറ്റി ഒരു ഡൈജഷൻ റിലേറ്റ് ചെയ്തിട്ട് നടക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അത്തരം ഒരു ടെൻഡൻസി, ഒരു റിസീവിങ്, അക്സെപ്റ്റിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യം സ്റ്റൊമക്ക് ലെവലിൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇതിനെ റിജക്റ്റ് ചെയ്യാൻ പൊതുവെ ഈ ഒരു ഓർഗൻ നോർമലി ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? മറ്റൊരു ഓർഗൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും. ആ ഇൻഫ്ലുവൻസ് ശരിയാണോ? അല്ല, ആ ഇൻഫ്ലുവൻസ് തെറ്റായ രീതിയിലുള്ള ഒരു ഇൻഫ്ലുവൻസ് ആയിരിക്കും. അപ്പൊ ആ ഇൻഫ്ലുവൻസിന്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ട് ഈ ഫുഡിനെ റിജക്റ്റ് ചെയ്തുകൊണ്ട്, അതിനെ തുടർന്നാണ് നമുക്ക് എപ്പിഗാസ്ട്രിക് പെയിൻ, നോസിയ. അതായത് നോസിയ എന്ന് പറയുമ്പോൾ മനം പുരട്ടൽ എന്നാണ് പറയാം അല്ലെ? നമുക്ക് ഈ ഭക്ഷണം ദഹിക്കാതെ പുറത്തേക്ക് തള്ളാനുള്ള ഒരു മനോഭാവം. വോമിറ്റിംഗ്, ഹിക്കഫ്, ബെൽച്ചിങ്, അബ്ഡോമൻ ഏരിയയിൽ ഒരു ഡിസ്റ്റൻഷൻ, അല്ലെ? ഒരു പെയിൻഫുൾ കണ്ടീഷൻ. ഇതൊക്കെ എന്തുകൊണ്ടാണ് വരുന്നത്? ഇതൊക്കെ സിമിലർ ആയിട്ടുള്ള സിറ്റുവേഷനിൽ വരുന്നതാണ്. അപ്പോ അങ്ങനെയുള്ള കേസുകളിലാണ് പലപ്പോഴും എന്തുണ്ടാവുക? നമ്മൾ EST36 പോലുള്ള പോയിന്റിന്റെ ഒരു പ്രാധാന്യം. അപ്പോൾ ആ ഒരു ആസ്പെക്ട് മനസ്സിലാക്കി എന്തുകൊണ്ടാണ് റിസീവിങ് കപ്പാസിറ്റി ഇല്ല, അതിന്റെ റീസൺ എന്താണ്? ഡൈജഷൻ നടക്കാനുള്ള ഒരു കപ്പാസിറ്റി, ദഹിപ്പിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഈ ഓർഗൻ ലെവലിൽ ഇല്ലാത്തതുകൊണ്ട് ഇതിനെ റിജക്റ്റ് ചെയ്യും.